IPL 2025 സീസണിലേക്കുള്ള മെഗാലേലത്തിനായി 12 മലയാളി താരങ്ങളാണ് ഭാഗ്യപരീക്ഷണം നടത്തിയത്. എന്നാൽ IPL ഫ്രാഞ്ചൈസികളുടെ വിളിയെത്തിയത് 3 പേർക്ക് മാത്രം. സച്ചിൻ ബേബിക്കും വിഷ്ണു വിനോദിനും പിന്നാലെ IPLിലേക്ക് സർപ്രൈസ് എൻട്രിയായി 23-കാരൻ വിഘ്നേഷ് പുത്തൂരും. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ട്രെന്റ് ബോൾട്ട്, തിലക് വർമ്മ എന്നീ സൂപ്പർ താരങ്ങൾക്കൊപ്പം മുംബൈയുടെ ഇംപാക്ട് പ്ലെയറായി വിഘ്നേഷ് കളത്തിലെത്തിയപ്പോൾ മലയാളികൾക്ക് അത് അഭിമാന നിമിഷമായിരുന്നു. കുൽദീപ് യാദവിനെ പോലെ ഇടങ്കയ്യൻ ചൈനാമാൻ ബൗളറാണെന്നതാണ് വിഘ്നേഷിന്റെ മുഖ്യ സവിശേഷത. ഇതുതന്നെയാണ് മുംബൈയുടെ സ്കൗട്ടിംഗ് ടീം മലയാളി സ്പിന്നറെ നോട്ടമിടാൻ കാരണം. പെരിന്തൽമണ്ണയിൽ ഓട്ടോ ഡ്രൈവറായ സുനിൽ കുമാറിന്റെയും വീട്ടമ്മയായ ബിന്ദുവിന്റെയും മകനാണ് വിഘ്നേഷ്. പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജിൽ MA ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ് വിഘ്നേഷ്. ചെറുപ്പം മുതൽ ഇവിടെ ഗ്രൗണ്ടിൽ ഇവിടെ കളിക്കും കുട്ടികളെ കൂടെ. പിന്നെ പെരിന്തൽമണ്ണ വിജയൻ സാർ ക്യാമ്പിലാണ് കൊണ്ടാക്കിയത്. അന്ന് 12 വയസ്സാണ്. പിന്നെ അവിടുത്തെ അങ്ങനെ മലപ്പുറം അക്കാഡമിയിൽ കയറി 10ാം ക്ലാസ് വരെ അങ്ങാടിപ്പുറത്ത് തന്നെ ആയിരുന്നു. പിന്നെ +2 ഒക്കെ ആയപ്പോഴേക്കും ജോളി റോവേഴ്സിൽ കയറി. അവരെ ക്ലബിനാണ് കളിക്കുന്നത്. പെരിന്തൽമണ്ണ രാമദാസ് ക്ലിനിക്ക് എന്ന് പറയും. പിന്നെ എല്ലാ ഇതും അവരാണ് ചെയ്തു തന്നിട്ടുള്ളത്. പിന്നെ അവരുടെ ഫുൾ സപ്പോർട്ട് അവരാണ്. കളിക്കുള്ള എല്ലാ പ്രചോദനം. ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും കളിച്ചാൽ മതി എന്ന് പറയാൻ കാരണം രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടെടുക്കാൻ കഴിയില്ല അറിഞ്ഞു. അപ്പോൾ പിന്നെ എന്നാൽ കളി മതി, പഠിത്തം പിന്നാക്കാക്കാം പറഞ്ഞു. എങ്ങനെയും പഠിത്തം അതിൻ്റെ കൂടെ നടന്നിട്ടുണ്ട്. വളരെ സന്തോഷം, അഭിമാന നിമിഷമായിരുന്നു ഇന്നലെ. നാട്ടിലെ ക്രിക്കറ്റ് പരിശീലകനായ വിജയനാണ് തുടക്കകാലത്ത് പാഠങ്ങൾ പകർന്നു നൽകിയത്. പിന്നീട് കേരളത്തിനായി അണ്ടർ 14, 19, 23 ടീമുകളിൽ കളിച്ചു. എന്നാൽ ഇതുവരെയും കേരളത്തിന്റെ സീനിയർ ടീമിൽ കളിക്കാൻ അവസരം ലഭിക്കാത്ത വിഘ്നേഷ് അതിനു മുൻപ് തന്നെ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിലെ പ്രകടനങ്ങളുടെ കരുത്തിൽ മുംബൈ സെലക്ടർമാരുടെ കണ്ണിൽ പതിഞ്ഞു. ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിന്റെ താരമായിരുന്നു. ലേലത്തിന് മുൻപ് വിഘ്നേഷിനെ മുംബൈ ഇന്ത്യൻസ് ട്രയൽസിന് വിളിച്ചിരുന്നു. 3 തവണയാണ് വിഘ്നേഷ് ട്രയൽസിനായി മുംബൈയിലേക്ക് വണ്ടി കയറിയത്. മുംബൈ ഇന്ത്യൻസിന്റെ ഹെഡ് കോച്ച് മഹേല ജയവർദ്ധൻ, ബാറ്റിംഗ് കോച്ച് കീരൻ പോളാർഡ്, ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയവർക്ക് മുന്നിലായിരുന്നു ട്രയൽസ്. ലേലത്തിന്റെ സാധാരണ സമയത്ത് വിഘ്നേഷിന്റെ പേര് വന്നിരുന്നില്ല. അവസാനം നടന്ന ആക്സലറേറ്റഡ് ലേലത്തിലാണ് പെരിന്തൽമണ്ണക്കാരന്റെ പേര് മെഗാലേലത്തിലേക്ക് വന്നതും മുംബൈ ടീം താരത്തെ റാഞ്ചിയതും. 30 ലക്ഷം രൂപയ്ക്ക് ടീമിലെത്തിച്ചെങ്കിലും മുംബൈയുടെ നീലക്കുപ്പായത്തിൽ ഈ മലയാളി താരത്തിന് കളിക്കാൻ അവസരം ലഭിക്കുമോ എന്നതാണ് മുംബൈയുടെ മലയാളി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്നത്. ആ കാത്തിരിപ്പ് സമ്മാനിച്ചതോ വൻപൻ എൻട്രി. സി മലയാളം ന്യൂസ്, മലപ്പുറം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.